എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെമ്പമുടിയനാണെങ്കിൽ ആസ്തയെ വെല്ലുവിളിക്കും. നിനക്ക് ഈ വലിയ ഷീൽഡ് കൊണ്ട് നിനക്ക് എൻ്റെ ഈ വലിയ ഷീൽഡ് പവർ അത് തകർത്ത് എന്നെ ഇല്ലാതാക്കാനായിട്ട് കഴിയോ? കേട്ട ആസ്തയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ ആ ഒരു മന്ത്രബുക്ക് അതുപയോഗിച്ച് ആ സ്വാടകനെ ക്രിയേറ്റ് ചെയ്ത് ഒറ്റ വെട്ടിന് അതങ്ങനെ തകർത്ത് അവനെ അടിച്ച് താഴെ ഇടുകയാണ്. ആസ്തയുടെ ബ്രദർ ആണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്, നീ ഇതിൽ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആസ്തയാണെങ്കിൽ ചെമ്പമുടിയനോട് പറയും, ഞാൻ ഇവിടേക്ക് വന്നത് തോറ്റു പിന്മാറാനല്ല, ജയിക്കാനാണ്. സോ ഉറപ്പായാലും ഞാൻ ജയിച്ചിരിക്കും. ചുറ്റുമുള്ളവരെല്ലാവരും ആസ്തയുടെ ആ പെർഫോമൻസും അവൻ്റെ ആ പവറും സ്വാഡൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായി തരിച്ചു നിൽക്കുകയാണ്. ഇവിടെ ആസ്തയുടെ ബ്രദർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കും. എൻ്റെ കറക്റ്റ് കോമ്പറ്റീറ്റർ അത് നീയാണ്, നമ്മൾ തമ്മിലാണ് ശരിക്കും ഏറ്റുമുട്ടേണ്ടതെന്ന് അവനങ്ങനെ മനസ്സിൽ പറയും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റുമുട്ടും, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും ആ ഒരു പയ്യൻ വിസാർഡ് ആകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. അത് കേട്ട് അവൻ പറയും, വെറും വിസാർഡല്ല, വിസാർഡ് കിങ് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സ് എല്ലാവരും ഇപ്പോൾ അവൻ്റെ സ്കില്ലിനെ കുറിച്ചും പവറിനെ കുറിച്ചും അറ്റാക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചും വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ഉടനെ ആ ജയന്റ് മാൻ ആണെങ്കിൽ ഇപ്പോൾ ആസ്തയെക്കുറിച്ച് സംസാരിക്കും. ഞാൻ അവനെ തൊട്ട് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവന് മാജിക് പവർ ഒന്നും തന്നെ ഇല്ല. അവൻ ആ ഒരു ഗ്രേവിയറിന്റെ ഹെൽപ്പ് കൊണ്ടാണ് അത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയത്. ഒരു മാജിക് പവർ പോലും ഇല്ലാഞ്ഞിട്ടും അവന്റെ ആഗ്രഹം അത് ചെറുതല്ല. ഒരു വിസാർഡ് കിങ് ആവണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആഗ്രഹമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചതെന്ന് പറയും. അത് കേട്ട് ബാക്കി ഉണ്ടായിരുന്നവരും ഷോക്കായിട്ട് അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആസ്ത അറ്റാക്ക് ചെയ്ത ആ ഒരു ചെമ്പൻ തലേനെ കാണിക്കും. അവിടെയുള്ള ടീം എല്ലാവരും ചേർന്ന് മാജിക് പവർ ഉപയോഗിച്ച് അവനെ പതിയെ ഹീൽ ചെയ്ത് ബാക്ക് ടു നോർമൽ ആക്കുകയാണ്. അതേസമയം ഇവിടെ മത്സരം വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. വാട്ടർ സാൻഡൊക്കെ ഉപയോഗിച്ച് യൂനോ ആണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ ഫൈറ്റൊക്കെ ആകാംക്ഷയോട് കൂടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ സലീം എന്ന് പറഞ്ഞ് പേരുള്ള ഒരു പയ്യനാണെങ്കിൽ ഫൈറ്റിനായിട്ട് അവനെ വെല്ലുവിളിക്കും. ആ സലീം എന്ന് പേരുള്ള പയ്യൻ അവൻ റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. സലീം ആണെങ്കിൽ ഇപ്പൊ ഇതിനോട് പറയും, നിന്റെ കയ്യിൽ ആ 4 ക്ലവർ ബുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, നിന്റെ പവർ വളരെ വലുതാണെന്നും എനിക്കറിയാം. പക്ഷേ അതൊക്കെ നിന്റെ കയ്യിലുണ്ട് എങ്കിലും എന്നെ തോൽപ്പിക്കാൻ മാത്രം പവർ നിന്റെ കയ്യിലില്ല, നിനക്കതിന് സാധിക്കില്ല. ഈ ഒരു ഫൈറ്റിന്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ പവർ നിന്നെ കീഴ്പ്പെടുന്നു പറഞ്ഞ് ഫൈറ്റ് ആരംഭിക്കുകയാണ്. സലിം ആണെങ്കിൽ അവന്റെ ഗ്രിവിയർ ഉപയോഗിച്ച് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് വലിയൊരു ഇലക്ട്രിക് ബോൾ പവർ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ പവറുകളൊക്കെ നിനക്ക് നിന്റെ ഗ്രാമത്തിൽ നിന്റെ വീട്ടിലുള്ളവരോട് പോയി പറഞ്ഞു കൊടുക്കാം. ഇത് നിനക്ക് കാണാൻ പറ്റിയ ഒരു അസുലഭ നിമിഷമാണ്. വീട്ടിലേക്ക് പോകാനുള്ള ബസ് ഫെയറും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ആ ഒരു വലിയ ഇലക്ട്രിക് ബോള് ഇപ്പോൾ ഈനോയ്ക്ക് നേരെ അയക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഒരു ടൊർണാഡോ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഇലക്ട്രിക് ബോളിനെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. ബ്രദർ ഈനോ ആണെങ്കിൽ ആദ്യം ആ ഇലക്ട്രിക് ബോൾ അങ്ങനെ ടൊർണാഡോയിൽ ചുഴറ്റിയെടുക്കും. അതിനുശേഷം സലീമിനെയും അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവന്റെ ഇലക്ട്രിക് പവർ അത് അവന്റെ ബോഡിയിൽ തന്നെ ആഞ്ഞടിപ്പിച്ച് താഴേക്കിടും. അത് കണ്ട ആസ്തയാണെങ്കിൽ ഷോക്കാവും. വാവ്, എൻ്റെ ബ്രദറിൻ്റെ മൂവ്മെൻറ്റ് അത് ശരിക്കും അടിപൊളിയാണ്. പവർ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, അതെങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്ത്രപരമായിട്ട് ഉപയോഗിക്കണമെന്നും എൻ്റെ ബ്രദറിന് അറിയാം. അവിടെയുള്ള കമാൻഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ബ്രദർ റിയോനോടെ പവറൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത മത്സരത്തിനെല്ലാം ശേഷം അവരാരെയൊക്കെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുകയാണ്. അവിടെയുള്ള എൽഡേഴ്സിൽ ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്താൽ അവർക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയും. ആസ്തയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടി വരും. എനിക്ക് കാര്യമായിട്ടുള്ള മാജിക് പവറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവരെന്നെ സ്വീകരിക്കുമായിരിക്കുമോ അതോ റിജക്റ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കും. ആദ്യമായിട്ട് ഇപ്പോൾ ഈനോയെ മുൻപിലേക്ക് വിളിക്കും. ഏത് കമാൻഡറാണ് ഇവനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കമാൻഡേഴ്സ് എല്ലാവരും കൈ ഉയർത്തുകയാണ്. അത് കണ്ട് ആസ്തയും ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതപ്പെടും. ഉടനെ ഈനോ ആണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു കമാൻഡറിനെ ചൂസ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ആസ്ത അവൻ കണ്ണടച്ച് പ്രതീക്ഷയോട് കൂടെ നിൽക്കും, ആരെങ്കിലും അവനെ തിരഞ്ഞെടുക്കുമെന്ന് കരുതി. ആസ്തയാണെങ്കിൽ തല താഴ്ത്തി ഒരുപാട് നേരം നിന്നിട്ടും ആരും തന്നെ അവനെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അത് കണ്ട് ആസ്തയ്ക്ക് ദേഷ്യം കൂടും. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല, വീണ്ടും ഞാൻ ഫൈറ്റ് ചെയ്ത് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന അവനങ്ങനെ പറയും. ആ ജയന്റ് മാൻ ആണെങ്കിൽ ഇപ്പൊ ആസ്തയോട് പറയും, നീ വെറുതെ നോക്കി നിൽക്കണ്ട, നിനക്ക് ഇവിടുന്ന് കടന്നു പോവാം. മാജിക് പവർ പോലും ഇല്ലാത്ത നിന്നെ ഒരിക്കലും ഒരു മജീഷ്യനാക്കി മാറ്റാനായിട്ട് കഴിയില്ല, നിന്നെക്കൊണ്ട് വിസാർഡ് കിങ് ആകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആസ്തയുടെ ബ്രദർ ഈനോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമവും ദേഷ്യമൊക്കെ തോന്നും. അവൻ പതിയെ താഴേക്ക് വരും. ഇവിടെ ആ ജയന്റ് മാനും ആസ്തയുടെ അരികിലേക്ക് വരികയാണ്. ആസ്തയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. നിന്നെപ്പോലെ തന്നെയാണ് അവിടെയുള്ള ബാക്കിയുള്ള കമാൻഡേഴ്സും, അവരും വിസാർഡ് കിങ് ആവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ നിന്റെ അത്ര അഹങ്കാരം
അവർക്കില്ല. ഉടനെ അവനാണെങ്കിൽ ഇപ്പോൾ ആസ്തയെ വെല്ലുവിളിക്കുകയാണ്. "നിനക്ക് വിസാർഡ് കിങ് ആകാൻ കഴിയോ? അങ്ങനെയെങ്കിൽ ആദ്യം നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്ക്." അതിന് ആസ്ത പറയും, "ഉറപ്പായാലും ഞാൻ വിസാർഡ് കിങ് ആവും. ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അതാണ് എൻ്റെ ലക്ഷ്യം." ഉടനെ ആ ജയന്റ് മാനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. "സത്യത്തിൽ നിന്റെ ഈ കോൺഫിഡൻസ് അതെനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിനക്ക് എൻ്റെ ടീമിൽ ചേരാമെന്ന് പറയും." അത് കേട്ട് ആസ്ത ഞെട്ടുകയാണ്. ഇവിടെ ആസ്തയുടെ ബ്രദർ യുമിക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നും. ജയന്റ് മാൻ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരും. "എന്തുപറ്റി? നീ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നോ? അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ എനിക്കില്ല." അത് കേട്ട് ആസ്തയാണെങ്കിൽ സന്തോഷത്തോടു കൂടെ പറയും, "അതെ, ഞാൻ നിന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു." ഒരു സെക്കൻഡ് ആസ്തയാണെങ്കിൽ അത്രയും വർഷത്തെ അവൻ്റെ കഠിനാധ്വാനം അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അവനാണെങ്കിൽ അവിടുന്ന് പോകാൻ തയ്യാറാവുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും ആസ്തയോട് പറയും, "ഇത് നിനക്ക് കിട്ടിയൊരു ചാൻസാണ്. ഒരു കാരണവശാലും നീ ഇത് വേസ്റ്റ് ആക്കരുത്. നന്നായിട്ട് പുഷ് ചെയ്ത് എൻ്റെ മാക്സിമം കൊടുക്കണം." ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആസ്തയും അതുപോലെ തന്നെ ഈനോയും അവർ രണ്ടുപേരും ഇപ്പോൾ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം. കാരണം അവർ രണ്ടുപേരും എക്സാമിൽ ജയിച്ച് അവർക്കിനി അവിടെ തുടരാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആസ്തയ്ക്ക് വല്ലാതെ വയറ് വേദനിക്കുക. "ഓ നോ, കാര്യം കൈവിട്ടു പോവാണ്. എനിക്ക് എത്രയും വേഗം ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആസ്തയാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. അടുത്തുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ബാത്റൂം ചൂണ്ടിക്കാണിക്കും. ആസ്തയാണെങ്കിൽ ഇപ്പോൾ ബാത്റൂമിലേക്ക് ഓടും. അപ്പോൾ ദൂരത്തായിട്ട് ആസ്ത അടിച്ചിട്ട ആ ഒരു ചെമ്പമുടിയൻ അവനാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ ആസ്തയെ തന്നെ നോക്കുകയാണ്. "ഇവൻ കാരണമാണ് ഞാനിതിൽ തോറ്റുപോയത്. അവൻ ഒറ്റയടിയിൽ എന്നെ നിലംപരിശാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എൻ്റെ പോയിസൺ ലിസാർഡ് ഉപയോഗിച്ച് ഞാൻ അവനോട് പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞ് അവൻ്റെ ഗ്രീവിയർ ഉപയോഗിച്ച് ഒരു പോയിസൺ ലിസാർഡിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആ ബാത്റൂമിൻ്റെ അകത്തേക്ക് അയക്കും. അടുത്ത നിമിഷം ആ ചെമ്പമുടിയനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ആസ്തയുടെ ബ്രദർ യുനോ അവൻ അവിടേക്ക് കടന്നു വന്ന് ആ ഒരു ലിസാർഡിനെ അവിടുന്ന് ഓടിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ആ ചെമ്പമുടിയൻ നേരെ തിരിയും, "നീ ഇവിടെ എന്താ ചെയ്യണേ?" അതിന് ചെമ്പമുടിയൻ പറയും, "സത്യത്തിൽ ഇതൊരു പ്രാങ്കാണ്. അവൻ ഈ ഒരു മത്സരത്തിൽ ജയിച്ചില്ലേ, അതിനുവേണ്ടി ഞാനൊരു സർപ്രൈസ് കൊടുത്തതാണ്. അവനെ കാണാനാണ് ഞാനിവിടെ നിന്നത്. അവൻ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അവനെ അന്വേഷിച്ചതായിട്ടും അവന് കൺഗ്രാറ്റ്സ് പറഞ്ഞതായിട്ടും പറയണമെന്ന് പറയും." ഉടനെ ഈനോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനോട് അവിടുന്ന് പോകാനായിട്ട് പറയുകയാണ്. അവനും ഫുൾ കലിപ്പിൽ അവിടുന്ന് അങ്ങനെ കടന്നു പോകും. അല്പസമയം കഴിയുമ്പോൾ വയറൊക്കെ തിരുമ്മി ലോഡൊക്കെ ഇറക്കിയ സന്തോഷത്തിൽ ഈ ആസ്തയാണെങ്കിൽ തിരികെ വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആസ്തയാണെങ്കിൽ ആ ജിമ്മൻ മാസ്റ്റർ അടുത്തേക്ക് പോകും. ജിമ്മനാണെങ്കിൽ ദേഷ്യപ്പെടും, "എന്തുകൊണ്ട് നീ ഇത്രയും ലേറ്റായി?" ചോദിച്ച് അവൻ്റെ മുടിയിൽ പിടിച്ച് വലിക്കുകയാണ്. ആസ്തയാണെങ്കിൽ ക്ഷമ പറയും, "ഐ ആം സോറി, ഞാൻ ബാത്റൂമിലായിരുന്നു." അതേസമയം ആളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേര് അതിലൊരാളാണെങ്കിൽ ഒരു പോർട്ടൽ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. "മാസ്റ്റർ, എന്നെക്കൊണ്ട് ഒരുപാട് നേരം ഈ പോർട്ടൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കഴിയില്ല" എന്ന് പറയും. അതിന് ആ ജയന്റ് മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും, "ഞാൻ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി" എന്ന് പറഞ്ഞ് ആസ്തയെ ആ ഒരു പോർട്ടലിലേക്ക് തള്ളിയിടുകയാണ്. പോർട്ടലിലേക്ക് വന്നു വീണ ആസ്തയാണെങ്കിൽ മുൻപിലേക്ക് നോക്കും. ആ പൾസ് ബ്ലാക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് അതവൻ കാണുകയാണ്. "വാവ്, ഇത് ശരിക്കും മനോഹരമായിരിക്കുന്നു. ഇപ്പോഴാണ് ഇതിന്റെ പൂർണ്ണ രൂപം കാണാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരും. "എൻ്റെ പേര് ആസ്ത. ഞാൻ ആ ഹേജ് വില്ലേജിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നതെന്ന് അവൻ അവിടെയുള്ളവരോട് പറയും. അടുത്ത നിമിഷം അവൻ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോഴായിരിക്കും അവൻ കാണുക അവൻ്റെ തൊട്ട് മുൻപിലായി അവൻ്റെ മാസ്റ്റർ ജയന്റ്. ആളാണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, "ഇത് നമ്മുടെ കോട്ടയാണ്. ഇവിടേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു." അത് കേട്ട് ആസ്തയാണെങ്കിൽ അത്ഭുതപ്പെടുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.